ഇത്ര ഒരു വൃത്തികെട്ട സർവീസ്. ആ സർവീസ് എന്താന്നുള്ളത് ഈ വീഡിയോ ഫുള്ള് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാകും. ഞാൻ ലെവിക്കുട്ടിന് ഒന്ന് നാട്ടിലേക്ക് പോവാണ് കേട്ടോ. 1.5 വർഷത്തിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഇന്ത്യയിലേക്ക് കാലുകുത്തുന്നത്. അച്ചു ഫെബ്രുവരിയിൽ ഒന്ന് പോയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും നേരെ ഇപ്പൊ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ്. ഞാനും ലെവിയും തനിച്ച് ഒരുപാട് സ്ഥലങ്ങളിൽ ട്രാവൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അച്ചുവിനെ ശരിക്കും മിസ് ചെയ്യുന്നുണ്ടായിരുന്നേ. ഞാൻ പല സ്ഥലങ്ങളിൽ ലെവിയായിട്ട് തനിച്ച് ഷോപ്പിങ്ങിനാണെങ്കിലും ഡ്രൈവ് ചെയ്യണമെന്നുണ്ടെങ്കിലും ട്രാവൽ ചെയ്യണമെന്നുണ്ടെങ്കിലും ലെവി എന്റെ കൂടെ ഭയങ്കരമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യും. അവന്റെ വയറ് നിറച്ച് അവനെ ഒന്ന് കുളിപ്പിച്ച് ഫ്രഷ് ആക്കിയപ്പോഴത്തേക്ക് ആള് ഫ്ലൈറ്റിൽ കയറുന്നതിന്റെ മുമ്പേ ഉറക്കം തുടങ്ങി. ഞാനും ഫുഡ് കഴിച്ചു നേരെ ഫ്ലാറ്റ് ഔട്ടായി. പിന്നെ കണ്ണ് തുറക്കുന്നത് ബാംഗ്ലൂർ എത്തിയപ്പോഴാണ്. മോർണിംഗ് ഗായ്സ്, 1.5 വർഷത്തിന് ശേഷം ഞാനും ലെവിക്കുട്ടനും ഇന്ത്യയിൽ പിന്നെയും കാലുകുത്തിയിരിക്കുകയാണ്. താങ്ക് ഗോഡ്. ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ടിരിക്കുകയാണ്. നമ്മൾ ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത് സാധാരണ ബേബി സ്ട്രോളർ ഫ്ലൈറ്റിൻ്റെ അടുത്ത് തന്നെ കാണും. ഇതൊന്നുമില്ല. ലെവീനെ എടുത്തുകൊണ്ട് ഞാൻ ഇവിടെ വരെ നടന്നു വന്നു. ഇനി ഫോം ഫില്ല് ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് പിന്നെയും ഞാനിവിടെ വന്ന് ഫോം ഫില്ല് ചെയ്ത് പോയി ക്യൂ നിൽക്കണം. ഈ സമയത്തെല്ലാം കുഞ്ഞ് നമ്മുടെ കയ്യിലാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ സബ്മിറ്റ് ചെയ്യേണ്ടത്. കുഞ്ഞിൻ്റെ വിസ കാണിക്കണം. അപ്പോൾ അങ്ങനെ ഒരു സൗകര്യം വെക്കാത്തത് നിങ്ങളുടെ ശ്രദ്ധയിൽ അത് പെട്ടിട്ടുണ്ടോ? പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെയും കൊണ്ട് വരുന്നവർക്ക് ബേബി സ്ട്രോളർ ഇല്ലാതെ, അതും നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫില്ല് ചെയ്യണം. അവരെ വെച്ചുകൊണ്ട് അവർക്ക് വെയിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഹോൾഡ് ചെയ്തുകൊണ്ട് നമ്മളിത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ഇച്ചിരി കഷ്ടമുള്ള കാര്യമാണ്. ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഒരു സജ്ജീകരണം ചെയ്യുക. എൻ്റെ ഈ സ്റ്റോറി ആരെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിൽ ഇനിയെങ്കിലും ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത് മാതാപിതാക്കൾ തന്നെ ട്രാവൽ ചെയ്യുകയാണെങ്കിൽ കുഞ്ഞുങ്ങളെ കൊണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ബേബി സ്ട്രോളർ അത്യാവശ്യമാണ് ഫ്ലൈറ്റ് ഇറങ്ങാൻ നേരത്ത്. ഞാൻ എന്നൊക്കെ തന്നെ ട്രാവൽ ചെയ്തിട്ടുണ്ടോ, ഞാൻ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഇടാൻ നേരത്ത് പറയും കുഞ്ഞിനെ കൊണ്ട് ട്രാവൽ ചെയ്യുന്നതൊക്കെ വലിയൊരു സംഭവമാണോ. കല്യാണം കഴിക്കുന്നതിന്റെ മുമ്പ് വരെ ഏതെങ്കിലും ഒരു കപ്പിൾസ് അല്ലെങ്കിൽ എൻ്റെ മമ്മിയും ഡാഡി ചെറുതായിട്ടൊരു വഴക്കിട്ടാൽ ഞാൻ പറയും നിങ്ങൾ ഏത് സമയം വഴക്കാണല്ലോ, ഞാൻ കല്യാണം കഴിച്ചു കഴിഞ്ഞിട്ട് വഴക്കേ ഉണ്ടാവത്തില്ല എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. കല്യാണം കഴിഞ്ഞപ്പോഴല്ലേ മനസ്സിലായത് തട്ടിലും മുട്ടിലും ഒക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് ഒരു കുഞ്ഞ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്നതിന്റെ ബുദ്ധിമുട്ട് ഒരു കുഞ്ഞായി കഴിഞ്ഞതിന് ശേഷം ട്രാവൽ ചെയ്യുമ്പോഴേ മനസ്സിലാവത്തുള്ളൂ. ദൈവത്തിന്റെ കൃപ കൊണ്ട് ലെവിക്കുട്ടൻ വീഡിയോ എടുക്കാനൊക്കെ എൻ്റെ കൂടെ നന്നായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട്. മമ്മിയും ഡാഡിയും ഞങ്ങളെ വെൽക്കം ചെയ്യാൻ വേണ്ടി ബാംഗ്ലൂർ എയർപോർട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവിടുന്ന് ഡയറക്റ്റ് ആയിട്ട് മൈസൂരിലേക്ക് ഫ്ലൈറ്റ് ഉണ്ടായിരുന്നു. ഇപ്പൊ അത് നിർത്തലാക്കി. അപ്പൊ നമ്മൾ എന്തായാലും തീരുമാനിച്ചു ടാക്സി എടുക്കുന്നില്ല, ബസ്സിൽ കയറി നല്ല സുഖിച്ച് റിലാക്സ് ചെയ്ത് പോവാന്ന്. ലെവിക്കുണ്ണും അത് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണല്ലോ. അങ്ങനെ ലെവിക്കുണ്ണൻ ആദ്യമായിട്ട് ബസ്സിലും കയറിയിരിക്കുകയാണ് ഗൈസ്. മമ്മി നല്ല ഉപ്പുമാവും ഏത്തക്ക പുഴുങ്ങിയതും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ സേഫ് ആയിട്ട് മൈസൂർ വീട്ടിലെത്തി. ഞാൻ ഉറക്കമൊക്കെ എണീച്ചപ്പോഴുണ്ടോ ഇവിടെ ഒരാൾ തൂക്കലും തുടക്കലും ഒക്കെ ആയിട്ട് ഭയങ്കര ബഹളമാണ്. ഒരുപാട് ആളുകളുടെ ഡൗട്ടാണ് എൻ്റെ വീട് നിലമ്പൂരാണോ മൈസൂരാണോ എന്ന്. ഞാൻ ജനിച്ചു വളർന്നത് നിലമ്പൂർ എടക്കര പെരുങ്കുളത്താണ്. +2 വരെ പഠിച്ചതും ഞാൻ എടക്കരയിലാണ്. അതിനുശേഷം നമ്മുടെ മോനൂസിന്റെ ട്രീറ്റ്മെന്റിന്റെ ഭാഗമൊക്കെ ആയിട്ടാണ് ഞങ്ങൾ മൈസൂരിലേക്ക് സെറ്റിൽ ആയത്. പിന്നെ എന്നെ കല്യാണം കഴിപ്പിച്ചത് നമ്മുടെ സ്വന്തം നാടായ നിലമ്പൂരിലേക്ക് തന്നെയാണ്. അപ്പൊ നമ്മുടെ വീടും വീട്ടുകാരും ഒക്കെ നിലമ്പൂർക്കാരാണ് കേട്ടോ. അപ്പൊ ഇനി എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അടുത്ത റീലിൽ പറയാൻ. ടേക്ക് കെയർ. ഗോഡ് ബ്ലെസ്.